കേരളത്തിൽ പോയ 9 വർഷക്കാലം ഏതെങ്കിലും തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മരുന്നിന് പോലും ഒന്ന് കാട്ടിത്തരുവാൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വികസന മുരടിപ്പ് കേരള ജനത കണ്ട നാളുകളാണ് കടന്നുപോയത്. കഴിഞ്ഞ 9 വർഷമായി CPM നടത്തിയ PR വർക്കിന്റെ തുടർച്ചയായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം പോലും. സംസ്ഥാനത്ത് അതിദരിദ്രർ ഇല്ലാതായെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാക്കിയ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. 2021 CPMന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ 4.5 ലക്ഷത്തിലധികം അതിദരിദ്രർ കേരളത്തിൽ ഉണ്ട് എന്നാണ്. ഒരു മാസം മുൻപ് നിയമസഭയിൽ മന്ത്രി പറഞ്ഞതും 6 ലക്ഷത്തോളം ആളുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. എന്നാൽ സർക്കാർ ആദ്യം തയ്യാറാക്കിയ പട്ടികയിൽ 1.5 ലക്ഷം പേർ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് ഇത് 64,000 ചുരുക്കി. ഒരു നേരത്തെ ആഹാരത്തിനായി കഷ്ടപ്പെടുന്ന വനവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി നിർത്തിയാണ് സർക്കാർ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വ്യാജ പ്രചാരണങ്ങളുമായി കോടികൾ ചെലവാക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിനു വേണ്ടി മാത്രം സർക്കാർ ചെലവാക്കുന്നത് 1.5 കോടി രൂപയാണ്. സർക്കാർ ചെലവിൽ CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പൊതുജനത്തിന് വ്യക്തമാകും. സർക്കാർ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ പദ്ധതികളൊന്നും പ്രാവർത്തികമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന K-ഫോൺ വൻ പരാജയവും കൊടിയ അഴിമതിയുമായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ 20 ലക്ഷം പേർക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് പറഞ്ഞാണ് 2017 സർക്കാർ K-ഫോൺ തുടങ്ങിയത്. എന്നാൽ 8 വർഷം കഴിഞ്ഞപ്പോൾ കേവലം 1 ലക്ഷം കണക്ഷനുകൾ നൽകാൻ മാത്രമേ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ 24,000 കണക്ഷനുകൾ സർക്കാർ ഓഫീസുകളിലേതാണ്. K-ഫോൺ കണക്ഷനുകൾ ഉപേക്ഷിച്ച മറ്റ് സേവനദാതാക്കളിലേക്ക് മാറാൻ ഈ വകുപ്പുകൾ സർക്കാരിന് അപേക്ഷ നൽകിയ അവസ്ഥയും നമ്മൾ കണ്ടുകഴിഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന തടസ്സങ്ങൾ, വേഗതക്കുറവ്, പരാതികൾ പരിഹരിക്കാനെടുക്കുന്ന കാലതാമസം ഇവയെല്ലാം K-ഫോണിനെ പരാജയമാക്കി മാറ്റി. വലിയ അഴിമതിയാണ് K-ഫോൺ എന്ന പ്രതിപക്ഷം നേരത്തെ പറഞ്ഞിരുന്നതാണ്. 1,500 കോടിയുടെ പദ്ധതി എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. സത്യത്തിൽ 1,500 കോടിക്ക് എന്താണ് നടന്നത് എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. AI ക്യാമറ അഴിമതിയിൽ ഭാഗമായ കമ്പനികൾ ഈ K-ഫോൺ അഴിമതിയിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുമുള്ള ആരോപണവും ശക്തമാണ്. സമാനമായ നിലയിൽ സർക്കാർ അവതരിപ്പിച്ച പല പദ്ധതികളും പാളിപ്പോയി. UDF കാലത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോഴും പറയാനുള്ളത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആയാലും, കൊച്ചി മെട്രോ ആയാലും, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമായാലും UDF സർക്കാരുകളുടെ നിശ്ചയദാർഢ്യത്തിൽ നിന്നും ഉണ്ടായതാണിതൊക്കെ. കൊച്ചി മെട്രോയുടെ 90% പണിയും പൂർത്തീകരിച്ചത് UDF സർക്കാരിന്റെ കാലത്താണ്. പിന്നീടുള്ള നിസ്സാരമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് തുടർന്നു വന്ന ഇടതു സർക്കാർ പൂർത്തീകരിച്ചത്. സ്മാർട്ട് സിറ്റിയുടെ കാര്യം പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ 6.5 ലക്ഷം ചതുരശ്രയടി കെട്ടിടം സജ്ജമാക്കാനും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 40 ലക്ഷം ചതുരശ്രയടി വരുന്ന രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താനും അന്നത്തെ UDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നീട് വന്ന LDF സർക്കാർ യാതൊന്നും ചെയ്തില്ല. കണ്ണൂർ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ UDF സർക്കാരിന്റെ കാലത്താണ് കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി അനുമതി ലഭിച്ചത്. 2016 ആദ്യം പരീക്ഷണ പറക്കൽ നിശ്ചയിച്ചു. തുടർന്നും വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് UDF സർക്കാരായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാലും കാര്യങ്ങൾ അങ്ങനെ തന്നെ. 6,726 കോടി രൂപ ചെലവിൽ തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതി തയ്യാറാക്കിയതും UDF തന്നെയാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 16 ആക്കാൻ പദ്ധതിയിട്ട ഇടുക്കിയിലും പാലക്കാട്ടും മഞ്ചേരിയിലും മെഡിക്കൽ കോളേജുകൾക്ക് തുടക്കമിട്ടത് UDF ആയിരുന്നു. കൊച്ചി പരിയാരം സഹകരണ മെഡിക്കൽ കോളേജുകളും പാരിപ്പള്ളി മെഡിക്കൽ കോളേജും സർക്കാർ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിച്ചു. സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. പിന്നീട് വന്ന ഇടതു സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് യാതൊരുവിധ സംഭാവനകളും നൽകിയിട്ടില്ല. മദ്യനിരോധനത്തിനു വേണ്ടിയും ഒട്ടേറെ ഇടപെടലുകൾ അന്നത്തെ UDF സർക്കാർ നടത്തിയിട്ടുണ്ട്. UDF സാഫല്യം, സാന്ത്വനം, സായുജ്യം, സൗഭാഗ്യം, ഗൃഹശ്രീ പദ്ധതികളിലൂടെ 4,14,552 വീടുകൾ നിർമ്മിച്ചു. പാർപ്പിട മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 3,259 കോടിയാക്കി ഉയർത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് 19,000 വീടുകൾ നിർമ്മിച്ചു. 48.75 കോടി രൂപയുടെ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം തുടങ്ങി. എന്നാൽ പിന്നീട് വന്ന LDF സർക്കാർ ലൈഫ് പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചുവെങ്കിലും
അത് വേണ്ട വിധത്തിൽ നടപ്പായിട്ടില്ല എന്നത് വ്യക്തം. ജനകീയ സദസ്സ് എന്ന പേരിൽ സർക്കാർ നടത്തിയത് കേവലം ഒരു രാഷ്ട്രീയ പരിപാടി മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു നീറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ ആ യാത്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പരാതി പോലും പരിഹരിക്കപ്പെടുകയോ ഒരു രൂപയുടെ ധനസഹായം പോലും നൽകുകയോ ചെയ്യപ്പെട്ടിട്ടില്ല. ഉമ്മൻചാണ്ടി 2011, 2013, 2015 വർഷങ്ങളിൽ 3 തവണ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ നിരവധി ജനകീയ പ്രശ്നങ്ങളായിരുന്നു പരിഹരിക്കപ്പെട്ടത്. മൊത്തം ജനസമ്പർക്ക പട്ടികയിൽ 11.45 ലക്ഷം പരാതികൾ പരിഹരിക്കുകയും 242 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു എന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ കണക്ക്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യത്തിന് പിണറായി വിജയൻ തയ്യാറായില്ല. ബെൻസ് വാഹനവും തലപ്പാവുമൊക്കെയായി രാജാപ്പാട്ട് കെട്ടാനായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം. 100 ജന്മമെടുത്താലും ഉമ്മൻചാണ്ടിയാകാൻ പിണറായി വിജയന് സാധിക്കില്ല. UDF ഭരണമെങ്കിൽ ഇന്ന് കാണുന്ന വികസനം സാധ്യമാകുമോ എന്ന് ചോദിക്കാൻ പിണറായി വിജയന് അപാരമായ തൊലിക്കട്ടി വേണം. UDF കൊണ്ടുവന്നതല്ലാതെ ഒന്നും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കൊച്ചി മെട്രോ റെയിലും കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും ഉദ്ഘാടനം ചെയ്യാൻ പിണറായി വിജയന് യാതൊരു ഉളുപ്പുമില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കുക പോലും ചെയ്യപ്പെട്ടിട്ടില്ല ഇതിലൊന്നും. മുഖ്യമന്ത്രി പൊക്കിക്കാട്ടുന്ന വികസനം സംഭവിക്കുന്നത് CPM-ലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഒക്കെയാണ്. സ്വന്തം മകനും മകൾക്കുമെതിരെ തുടർച്ചയായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും സ്വർണ്ണക്കൊള്ള പോലെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളുടെ നിഴലിൽ വരുന്നു. ഇതൊന്നും കേരളം മുൻപൊരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ള കാര്യങ്ങളല്ല. ഈ കപടതയുടെ മുഖമുള്ള സർക്കാരിന് ഷോക്ക് നൽകാനുള്ള നീക്കത്തിലാണ് കേരളീയ ജനത.